നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വേണ്ടുന്നത് ഒരു 3 കപ്പ് അവൽ, ഒരു 3 കപ്പ് തന്നെ തേങ്ങ, 1.5 കപ്പ് ശർക്കര. ഞാൻ ഇവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഈ ശർക്കരയൊന്ന് അരിയിച്ചെടുക്കാവേ. അപ്പോൾ അതിന് 1.5 കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് പെട്ടെന്ന് അപ്പം റെഡിയായി കിട്ടും. നമുക്കിതിനി ഒന്ന് അരിച്ചെടുക്കാം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന അവലൊന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പറയാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ആ ഒരു പരുവം വരെ ഒന്ന് വറുത്തെടുക്കണേ. ഇതങ്ങ് കോരി മാറ്റാം. ആ പാത്രത്തിലോട്ട് തന്നെ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് അത് തേങ്ങയുടെ വെള്ളം പറ്റുന്ന വരെ ഒന്ന് വറുത്തെടുക്കണേ. ഒരുപാട് അങ്ങ് വറക്കരുത്. ഇങ്ങനെ ചെയ്താൽ ഈ അവൽ വിളയിച്ചത് പെട്ടെന്ന് കനച്ചു പോവുക കേടാവുക ഒന്നും ചെയ്യത്തില്ല. കുറച്ച് ദിവസം ഒരാഴ്ചയെങ്കിലും ഇതിരിക്കും. തേങ്ങ ചൂടായി അങ്ങ് കോരി മാറ്റാം. ഇനി ആ പാത്രത്തിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് ചൂടാവണം. ഇളക്കി കൊടുക്കണേ. നല്ലതായിട്ടൊന്ന് ശർക്കര ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. തേങ്ങ എല്ലാം ശർക്കരയ്ക്കകത്ത് നല്ലതുപോലെ യോജിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം യോജിച്ച് കഴിയുമ്പോൾ ആ തേങ്ങ എല്ലാം സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണേ. ആ ശർക്കരപ്പാനി എല്ലാം നടുക്കോട്ട് ഇറങ്ങി വരണം. അതുപോലെ തേങ്ങ മാറ്റി വെക്കണം. ശേഷം അതിലോട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് അവൽ നല്ലപോലെ ആ ശർക്കരപ്പാനിക്കകത്ത് നല്ല സോഫ്റ്റ് ആവണം. പാനിക്കകത്ത് കിടന്ന് അതുപോലെ അത് ഇളക്കി കൊടുക്കണം. നല്ല സോഫ്റ്റ് ആവണം. പാനിക്കകത്ത് കിടന്ന് അതുപോലെ അത് ഇളക്കി കൊടുക്കണം. അതിനകത്ത് ഏലക്കാപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാൻ അങ്ങ് മറന്നുപോയി. നന്നായിട്ട് ഈ അവൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇറക്കി വെക്കാം. ഒരു ചെറിയ പാൻ വെച്ച് അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 1/4 കപ്പ് തേങ്ങ, ചെറിയ ഒരു ഉണക്കത്തേങ്ങയാണേ, ഒത്തിരി പച്ചത്തേങ്ങയല്ല. 1/4 കപ്പ് തേങ്ങ ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കാറില്ല, തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നാലേ അത് ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. അങ്ങ് കോരി മാറ്റാം. കാൽ കപ്പ് പൊട്ടുകടലയുണ്ട്. ഈ പൊട്ടുകടല നെയ്ക്കകത്തോട്ട് തന്നെ ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചാൽ മതി. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. കൊടുക്കാവേ. ഇതിനകത്തോട്ട് തന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചേർത്ത് രണ്ടും കൂടെ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് ആ അവലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കാം. ഞാൻ ഇതിനകത്ത് എള്ള് ചേർത്തിട്ടില്ല. ഇവിടെ ആർക്ക് എള്ള് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പക്ഷേ എള്ള് ചേർത്താൽ നല്ല രുചിയായിരിക്കും. പിന്നെ അവല് വിളയിച്ചത് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.